ലിങ്ക്ഡിൻ എന്ന പേര് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ലോകമെമ്പാടും ഏതാണ്ട് 1 ബില്യൺ യൂസേഴ്സ് 2024 കണക്കുകൾ പ്രകാരം ലിങ്ക്ഡിൻ ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 1 ബില്യൺ യൂസേഴ്സിൽ തന്നെ ഏതാണ്ട് 60-61 മില്യൺ യൂസേഴ്സ് എന്ന് പറയുന്നത് സീനിയർ ഡിസിഷൻ മേക്കേഴ്സാണ്. അതായത് കമ്പനി ഓണേഴ്സ്, ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് ജോലി തരാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ടോപ്പ് സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇവരുമായിട്ടൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് സാധ്യമാവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്നത് തന്നെയാണ് ലിങ്ക്ഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം നിങ്ങളൊരു കരിയർ വളർച്ച ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനും ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ഒപ്പം നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യാനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. പക്ഷേ പലരും ലിങ്ക്ഡിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെ ലിങ്ക്ഡിനെ വ്യക്തമായും കൃത്യമായും ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, നമുക്ക് വിസിബിലിറ്റി കൂടുതൽ ക്രിയേറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. സോ വെൽക്കം ടു ദ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ ജോമിനി ജോയ്സ്. ഞാനൊരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററും കരിയർ കോച്ചുമാണ്. ഒപ്പം ഞാൻ ലിങ്ക്ഡിൻ കണ്ടൻറ് ക്രിയേറ്ററാണ്. ഏതാണ്ട് 2 വർഷമായിട്ട് ഞാൻ ലിങ്ക്ഡിനിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ ഉപയോഗിച്ച് തന്നെ ലിങ്ക്ഡിനിൽ നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെയൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുമ്പോൾ ലിങ്ക്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഫോട്ടോ, ഇവിടെ എഴുതുന്ന സമ്മറി, നമ്മളെക്കുറിച്ച് എഴുതുന്ന ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഉൾച്ചേർക്കുന്ന വിവരങ്ങൾ, ഇവയിലെല്ലാം നമ്മളൊരു പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. പലരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന വളരെ നമ്മൾ ക്യാഷ്വലായി എടുത്ത ഫോട്ടോസ് ലിങ്ക്ഡിനിൽ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. യൂസ് എ പ്രൊഫഷണൽ ഫോട്ടോ. ഈ പ്രൊഫഷണൽ ഫോട്ടോ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്കുള്ള വിസിബിലിറ്റി വളരെയധികം ഇൻക്രീസ് ചെയ്യും. നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ യൂസ് ചെയ്യുക എന്നുള്ളത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്ന കാര്യമാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഹെഡ്ലൈനാണ്. ഹെഡ്ലൈൻ നമുക്ക് പലതരത്തിൽ എഴുതാം. ഇവിടെ നമ്മുടെ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് ജോബ് സ്പെസിഫിക് കീവേഡ്സ് എന്ന് പറയുന്നത്? ജോബ് സ്പെസിഫിക് കീവേഡ്സ് എന്ന് പറയുന്നത് ആ ജോലിയുടെ റിക്വയർമെൻ്റ് ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനിൽ സാധാരണഗതിയിൽ റിക്രൂട്ടേഴ്സ് മെൻഷൻ ചെയ്യുന്ന സ്കിൽസ്, ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് എന്നിവയൊക്കെയാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണാറുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ജോബ് സ്പെസിഫിക് കീവേഡ്സ് നമ്മുടെ ഹെഡ്ലൈനിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഒരിക്കലും ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസെന്നോ അല്ലെങ്കിൽ ഓപ്പൺ ടു വർക്കെന്നോ എന്നൊക്കെ എഴുതി നമ്മുടെ ഹെഡ്ലൈനിൻ്റെ ആ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്താതെ ഇരിക്കരുത്. ഉറപ്പായിട്ടും അവിടെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ കരിയറിനെ കുറിച്ച് കാണുന്ന മുന്നോട്ട് എങ്ങനെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ട് 1 വേർഡ് സമ്മറി എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹെഡ്ലൈന്. വൃത്തിയായിട്ട് നമുക്ക് ഹെഡ്ലൈൻ എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ജനറേറ്റീവ് AI ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഹെഡ്ലൈൻ റിഫൈൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കരിയർ സമ്മറിയാണ്. കരിയർ സമ്മറി എഴുതുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ റെസ്യൂമെ കരിയർ സമ്മറി എഴുതുന്ന പോലെ നമ്മുടെ നോളജ്, സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഇത് കൃത്യമായിട്ട് അവിടെ എഴുതുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, മുന്നേ നമ്മൾ നമ്മുടെ ജോലിയിൽ നമ്മൾ എന്തൊക്കെയാണ് ലേൺ ചെയ്തത്, അവിടെ നമ്മൾ എന്തൊക്കെ കീ സ്കിൽസാണ് ഏൺ ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലേണിംഗ് പീരീഡിനിടയിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്ത കാര്യങ്ങൾ ആദ്യം ഉൾക്കൊള്ളിക്കുക. പിന്നീട് നിങ്ങൾ പ്രസൻറ്റിൽ എന്താണ് ചെയ്യുന്നത്, ഇനി മുന്നോട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സമ്മറി സെക്ഷൻ അല്ലെ പ്രൊഫഷണൽ സമ്മറി സെക്ഷൻ എഴുതാവുന്നതാണ്. ലിങ്ക്ഡിനിൽ അതിന് എബൌട്ട് സെക്ഷൻ എന്നാണ് പറയുന്നത്. ആ എബൌട്ട് സെക്ഷൻ റിഫൈൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ കൃത്യമായിട്ട് ലിങ്ക്ഡിനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സെക്ഷൻ, നിങ്ങളുടെ ജോലികളെല്ലാം
ഈ ജോലിയിൽ വെറുതെ നിങ്ങൾ എന്താ ചെയ്ത റെസ്പോൺസിബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ റെസ്യൂമേയുടെ, ഞാൻ എൻ്റെ പഴയ റെസ്യൂമേ റൈറ്റിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, വാട്ട് വി ഹാവ് ഡൺ, സോ വാട്ട് എന്നുള്ള ചോദ്യം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇന്ന ജോലി ചെയ്തു, അതുകൊണ്ട് എന്താണ്, ആ വായിക്കുന്ന ആൾക്ക് അതുകൊണ്ട് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇത് പഠിച്ചു എന്ന് എഴുതുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് ഇന്ന വ്യത്യാസങ്ങൾ സംഭവിച്ചു എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ ആ വായിക്കുന്ന ഒരാൾക്ക് ദിസ് പേഴ്സൺ മെയ്ഡ് ആൻ ഇമ്പാക്റ്റ്, പേഴ്സൺ മെയ്ഡ് റിസൾട്ട് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടും. അപ്പോൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എക്സ്പീരിയൻസ് സെക്ഷൻ എഴുതുന്ന സമയത്ത്. പിന്നെ കൃത്യമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷന്, നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ഇവയെല്ലാം ആഡ് ചെയ്യേണ്ടതും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ അത് വളരെ റെലവൻ്റ് ആയിട്ട് നമ്മളെടുത്ത സർട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ്. പലരും വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്ക്ഡിൻ സെക്ഷനും കൂടെയാണ് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് സെക്ഷൻസ്, നിങ്ങൾക്ക് കൂടുതൽ എൻഡോഴ്സ്മെൻറ്റ്സ് നിങ്ങളുടെ സ്കിൽസിന് കിട്ടുമ്പോൾ more visibility will be there for your profile from recruiters. അപ്പം നമ്മൾ ജോലി സെർച്ച് ചെയ്യുന്ന സമയത്ത് പലരെയും ധാരണ നമ്മൾ അങ്ങോട്ട് ആപ്ലിക്കേഷൻ അയച്ചാൽ മാത്രമേ നമ്മൾക്ക് ജോലി കിട്ടുമെന്നാണ്. ലിങ്ക്ഡിൻ്റെ പ്രത്യേകത അതല്ല. ഏതാണ്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 63 മില്യൺ ഓളം സീനിയർ ഡിസിഷൻ മേക്കേഴ്സ് അവർക്ക് ആവശ്യമുള്ള ടാലൻറ്റിനെ സോഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ലിങ്ക്ഡിൻ. അപ്പോൾ അവർ സാധാരണ ഇതിൽ റിക്രൂട്ടേഴ്സ് നടത്തുന്ന ഒരു ബൂളിയൻ സെർച്ചിൽ നിങ്ങൾ കാണാനുള്ള സാധ്യത കൂടുന്നതിന് ഒരു കാരണമാണ് മോർ എൻഡോഴ്സ്മെൻറ്റ്സ് ഓൺ യുവർ സ്കിൽസ്. ഇവിടെ സ്കിൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോലിയുമായിട്ട് ഏറ്റവും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്കിൽസ് ആഡ് ചെയ്യണം. ഒപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ട്, കൊളീഗ്സിനെ കൊണ്ട്, നമ്മളെ അറിയാവുന്ന പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സീനിയേഴ്സിനെ കൊണ്ടൊക്കെ നമ്മുടെ സ്കിൽസ് എൻഡോസ് ചെയ്യിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ദ മോർ ദ എൻഡോഴ്സ്മെൻറ്റ് യു ഗെറ്റ്, ദ മോർ വിസിബിലിറ്റി that you are going to get from recruiters. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് ആണ്. നമ്മൾ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആമസോണിൽ റിവ്യൂ പോലെയാണെന്ന് പറയാറുണ്ട്. അതായത് ആമസോണിൽ നമുക്ക് കൂടുതൽ റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങും അല്ലേ. നമ്മൾ നോക്കുമ്പോൾ നല്ല റിവ്യൂസാണ്, വളരെ നല്ല റിവ്യൂസാണ്, ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ദിസ് പ്രോഡക്റ്റ് ഈസ് ഗുഡ്. സോ ലിങ്ക്ഡിൻ ഒരു ഡിജിറ്റൽ റെസ്യൂമെയാണ്, അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് ടൂളും കൂടെയാണ്. അപ്പോൾ റിക്രൂട്ടേഴ്സ് നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല റെക്കമെൻഡേഷൻസ് നമ്മുടെ പ്രൊഫൈലിലുണ്ടെങ്കിൽ അവർക്കതൊരു വാലിഡ് പ്രൂഫാണ്. അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കാളൊക്കെ ഒരു വാലിഡിറ്റി ഉണ്ട് ഒരു നല്ല റെക്കമെൻഡേഷന്. അപ്പോൾ റെക്കമെൻഡേഷനൊക്കെ പലപ്പോഴും ഫേക്ക് റെക്കമെൻഡേഷന് പകരം ജെനുവിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ നമുക്ക് തരാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് റെക്കമെൻഡേഷൻസ് റിക്വസ്റ്റ് ചെയ്യുകയും റെക്കമെൻഡേഷൻസ് മേടിക്കുകയും ചെയ്യുക എന്നുള്ളത് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് വൃത്തിയായിട്ട് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. പ്രൊഫഷണൽ ഫോട്ടോ, ഹെഡ്ലൈൻ, എബൌട്ട് സെക്ഷൻ, നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ കീ അച്ചീവ്മെൻറ്റ്സ്, സ്കിൽസും നമ്മുടെ ജോബ് സ്പെസിഫിക് കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ 3 കാര്യങ്ങളും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതണം. അടുത്തതായിട്ട് വരുന്നത് എക്സ്പീരിയൻസ് സെക്ഷൻ. അവിടെ നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് കൂടെ മെൻഷൻ ചെയ്യുക. സോ വാട്ട് എന്ന ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് സെക്ഷൻ എഴുതുക. എഡ്യൂക്കേഷൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട 2 സെക്ഷൻസാണ് സ്കിൽസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. കൂടുതൽ എൻഡോഴ്സ്മെൻറ്റ്സ് ലഭിക്കുന്ന വഴി നമുക്ക് കൂടുതൽ വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. നല്ല റെക്കമെൻഡേഷൻസ് നമുക്ക് ജോബ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഞാൻ ഒപ്റ്റിമൈസേഷനിൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് കണക്ഷൻസ് ആണ്. ബിൽഡ് ക്വാളിറ്റി കണക്ഷൻസ് ഇൻ ലിങ്ക്ഡിൻ. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന പ്രകാരം ഏതാണ്ട് 500-ൽ പരം കണക്ഷൻസ് ഉള്ള ആൾക്കാരിൽ മോർ ദാൻ 10x വിസിബിലിറ്റി ഫ്രം റിക്രൂട്ടേഴ്സ് ലഭിക്കും എന്നാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു 500-ൽ പരം കണക്ഷൻസ്, അതും ക്വാളിറ്റി കണക്ഷൻസ്, അത്ര പെട്ടെന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം.
ബട്ട് അതാണ് നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വളർത്തുന്നതിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. ലിങ്ക്ഡിനിൽ നിന്ന് നമ്മൾ വെറുതെ റാൻഡമായിട്ട് കാണുന്ന എല്ലാവർക്കും കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക എന്ന് പറയുന്നത് ഒരു റോങ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആയിട്ട് പഠിച്ച ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഫീൽഡിൽ സീനിയേഴ്സായിട്ടോ അല്ലെ എക്സ്പേർട്സ് ആയിട്ടോ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങളുടെ കൊളീഗ്സ്, മുന്നേ വർക്ക് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന റിക്രൂട്ടേഴ്സ്, ഹയറിംഗ് മാനേജേഴ്സ്, ഒപ്പം നിങ്ങൾ അറിവ് വളർത്താൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, കരിയർ കോച്ചസ്, ഇവരുമായിട്ടൊക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് നമ്മളെ നേരിട്ടറിയാവുന്ന ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഈസിയാണ്. അവർക്ക് ജസ്റ്റ് റാൻഡം കണക്ഷൻ റിക്വസ്റ്റ് അയച്ചാൽ മതിയാവും. അപ്പോൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാർ, അത് സീനിയർ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു പേഴ്സണലൈസ്ഡ് കണക്ഷൻ റിക്വസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഈ കണക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഇസ് ദ വാല്യൂ ദറ്റ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എന്നത് വൃത്തിയായിട്ട് എഴുതുക. അതായത് ഞാൻ ഇന്ന ആളാണ്, ഒന്നുകിൽ നമ്മൾ അയാളിൽ നിന്ന് വാല്യൂ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒപ്പം എന്ത് വാല്യൂ അയാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് ഈ കണക്ഷൻ ഞാൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള റീസൺ എഴുതിയിട്ട് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമുക്ക് വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏതാണ്ട് 70% ആൾക്കാർ അവരുടെ ജോലി കണ്ടെത്തിയത് നെറ്റ്വർക്കിംഗ് വഴിയാണ്. അപ്പം നിങ്ങൾ നെറ്റ്വർക്കിംഗ് വഴി ഒരു ജോലി സീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ റൈറ്റ് മെൻറ്ററിങ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായും എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സന്ദർശിക്കുക. അവിടെ ലിങ്ക്ഡിനെ കുറിച്ച് അനവധി പോസ്റ്റുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.